ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ചെറിയൊരു വീഡിയോ എടുക്കാമെന്നേ. കുറച്ച് മാത്രമേ ഉള്ളൂ, നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരെന്തായാലും വീഡിയോ കാണുമെന്നറിയാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ കുറേ വിറകുകൾ പറക്കിക്കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് എല്ലാം ഇപ്പോൾ 2 ദിവസമായിട്ടൊക്കെ നിന്ന് കുറേശ്ശെ പകുതിയായിട്ടൊക്കെ വെട്ടിപ്പറക്കി എല്ലാം പറക്കിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കത്തിക്കാനും എടുത്ത് വെക്കാനൊക്കെ വലിയ പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ മഴയ്ക്ക് മുന്നേ എല്ലാം കരുതി വെച്ച് കഴിഞ്ഞ് നമുക്ക് മഴ പിടിക്കുന്ന സമയത്ത് എടുത്ത് കത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 2 ദിവസം കൊണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റാതെയൊക്കെ ഇങ്ങനെ ഓലയും മടലും എല്ലാമൊക്കെ പറക്കിയൊക്കെ വെക്കാനുള്ള തിരക്കും കാര്യങ്ങളും. നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം തൂത്ത് ഇതുവരെ എത്തിയിട്ടും കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് തൂത്ത് വാരണം. അങ്ങനെ കുറച്ച് ജോലി മാത്രമേ ഉള്ളൂ. എളുപ്പം ഇപ്പം മോളൊന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചക്ക നമ്മൾ കഴിഞ്ഞൊരു ദിവസം ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളത്തേക്ക് കറി വെക്കാമല്ലോ എന്നും പറഞ്ഞും കൊണ്ട് എടുത്തൊക്കെ വെച്ചതാണ്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് എടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പകുതി അപ്പുറത്തും കൊടുത്ത് പകുതി ഞാനും എടുക്കുന്നുണ്ട്. പിന്നെ മുറ്റമല്ല ഇനിയിപ്പോൾ തൂത്തൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ മോള് ഈ ഒരു സൈഡിലൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചക്കകളൊക്കെ ശരിക്കും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതൊന്നും വിളഞ്ഞിട്ടില്ല. ഒരു പ്ലാവിലുള്ള ചക്ക വിളഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നാണ് നമുക്കും എടുത്തത്. പിന്നെ ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരുന്നപ്പോഴത്തേക്ക് നമ്മളെ പൂച്ചക്കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഷീറ്റിൻ്റെ പിറക്കം അവിടെ മാത്രമേ ഇരുന്ന് കളിക്കുകയുള്ളൂ കേട്ടോ. ഇവിടെ എപ്പോഴും ഞാനിവിടെ വന്നിരിക്കുവാണെങ്കിലും ചോറ് വയ്ക്കാൻ വന്നാലോ എന്തെങ്കിലും വെക്കാനായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ മറഞ്ഞിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു സൈഡിൽ കൂടെ വന്നിങ്ങനെ നോക്കുകയും ചെയ്യും കേട്ടോ. കാണാൻ നല്ല രസമാണ്. പൊടി കുഞ്ഞുങ്ങളല്ലേ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ ചായ ഇടുന്ന കണ്ടിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിറകടുപ്പിൽ നമ്മൾ കത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുകയൊക്കെ വന്നടിക്കുമ്പോൾ ചായക്ക് ചെറിയ സ്മെല്ലോ അങ്ങനെ കാണത്തില്ലെന്ന്. അങ്ങനെ ഒന്നുമില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസൊന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ നമ്മൾ വിറകടുപ്പിലല്ലേ ചായയൊക്കെ ഇട്ടുണ്ടെന്ന്. നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ശീലമോ നമ്മളിങ്ങനെ കുടിച്ചങ്ങനെ അത് വന്നതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ ഇതൊന്നും തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഇതുപോലെ ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പണ്ട് കാലത്തുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ വരും. അന്നത്തെ ജീവിതം ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. എങ്കിലും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എന്നും ഓരോ കാര്യങ്ങളും ഇതുപോലുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെ കുടിച്ചിട്ടുള്ളവർക്കും കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയൊക്കെ കിട്ടട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു പോകാനായിട്ടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ മുറ്റത്ത് അടുപ്പിൽ വെച്ചിരുന്ന ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചായ ഇട്ട് കുടിച്ചിട്ടില്ലാത്തവർ ഒന്നിട്ട് നോക്കണേ. പിന്നെ വിറകടുപ്പിലാണെങ്കിലും അല്ലാതെയൊക്കെ ചായ ഇടുന്ന ഒത്തിരി വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് അറിയാമല്ലോ, നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ചിലപ്പോൾ എടുക്കാനായിട്ട് കാണത്തുള്ളൂ. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. വിറകുകളെല്ലാം പറക്കി മഴ നനയാതെ വെക്കണം. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോഴും നമ്മളെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. മുറ്റം തൂത്തൊക്കെ തീർന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടോ, മുറ്റത്ത് ഇതുപോലെ ഒന്ന് ചായ ഇട്ട് കുടിച്ചാൽ എന്തെന്നൊക്കെ. ചില സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമല്ലോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് കഴിക്കണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ടൊക്കെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് മനസ്സിലാക്കാതെ പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ. അവർ പിന്നെ ഓരോ വീഡിയോസ് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ സഖി കിടമ്പോഴത്തേക്ക് മാത്രമാണ് കേട്ടോ ചിലതിന് മറുപടി തന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.